ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് LDC 2024 ഹോട്ട് ടോപ്പിക്സിന്റെ 12ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും എല്ലാം ഒരുപാട് നന്ദിയും കടപ്പാടും എല്ലാം രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇങ്ങനെ തന്നെ പഠിച്ച് മക്കളെ മുന്നോട്ടേക്ക് പോവുക. നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് ഉറപ്പായിട്ടും പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാൻ പോകുന്നത് ഹിസ്റ്ററിയുടെ ഒരു ടോപ്പിക്ക്, അതേപോലെ തന്നെ ജോഗ്രഫി, കെമിസ്ട്രി, കേരള ഗവേണൻസ്, അതേപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളത്തിൻ്റെ നോൺ ഗ്രാമർ. ഇത്രയും നാളും നമ്മൾ PSC എക്സാമുകളിൽ 2021 മുതൽ 24 വരെ ചോദിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ഇംഗ്ലീഷ്, മലയാളത്തിലെ നോൺ ഗ്രാമറിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ അത് മൊത്തമായിട്ടൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ക്ലാസ് കണ്ടതിന് ശേഷം നേരെ നമ്മുടെ ടെലഗ്രാമിലേക്ക് പോരെ. ടെലഗ്രാമിൽ ഇതിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നോട്ട് അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോട്ട് ഒന്ന് വായിച്ചതിന് ശേഷം കൃത്യം 9 മണിക്കാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ബോളിലൂടെ ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. 2024 LDCക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതൊരു മുതൽക്കൂട്ടായിരിക്കും. നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് നമ്മൾ മാപ്പുകളെ കുറിച്ചാണ് പറയുന്നത്, ജോഗ്രഫിയുടെ. അതായത് ഭൂവിവരങ്ങളെയും സ്ഥാനീയവും കാലികവുമായ വിശകലനത്തിന് അനിവാര്യമായ ഉപാധിയാണ് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഭൂവിവരങ്ങളുടെ സ്ഥാനീയവും കാലികവുമായ വിശകലനത്തിന് അനിവാര്യമായ ഉപാധിയെയാണ് നമ്മൾ ഭൂപടങ്ങൾ എന്ന് വിളിക്കുന്നത്. ഭൂമിശാസ്ത്ര പഠനത്തിന്റെ താക്കോലാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്, ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിശാസ്ത്രപരമായ പഠനത്തിന്റെ താക്കോലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഈ പറയുന്ന ഭൂപടങ്ങൾ, അതായത് താക്കോലാണ് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഭൂമിശാസ്ത്രകാരന്റെ പ്രധാന ഉപകരണമാണ് ഭൂപടം എന്ന് പറയുന്നത്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് പറയുന്നതാണ് ഭൂപട ശാസ്ത്രം എന്ന്. ഓക്കെ, അപ്പോൾ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേരാണെന്ത്, ഭൂപട ശാസ്ത്രം എന്ന് പറയുന്നത്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന വ്യക്തി അറിയപ്പെടുന്ന പേരാണ് വൺ ഹു മേക്ക് മാപ്സ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർട്ടോഗ്രാഫർ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ, ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞ കാര്യമാണിത്. അതായത് ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന വ്യക്തിയെ അറിയപ്പെടുന്ന പേരാണ് കാർട്ടോഗ്രാഫർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വൺ ഹു മേക്സ് മാപ്പ് ഈസ് നോൺ ആസ് കാർട്ടോഗ്രാഫർ. കാർട്ടോഗ്രഫി എന്ന പദം രൂപപ്പെട്ടത് ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ്. ഒട്ടുമിക്ക ഭാഷ ഏതിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാം ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് ഓർത്തു വെച്ചോ, കാർട്ടോഗ്രഫി എന്ന് പറയുന്ന പദം രൂപപ്പെട്ടത് ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ്. കാർട്ടോഗ്രഫി എന്ന് പറയുന്ന ആ ഒരു പദം നിലവിൽ രൂപപ്പെട്ടത്. ഓക്കെ, കാർട്ടോഗ്രഫി എന്ന പദം രൂപപ്പെട്ടത് ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ്. കാർട്ടോ എന്നാൽ ഭൂപടം എന്നാണ്. കാർട്ടോ എന്നതിന്റെ അർത്ഥം ഭൂപടം എന്നാണ്. ഇനി ഗ്രാഫിക് എന്നാൽ എന്താണ്, വരയ്ക്കുക എന്നതുമാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ കാർട്ടോഗ്രഫി എന്ന പദം രൂപപ്പെട്ടത് ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ്. ഭൂപടം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കാർട്ടോ എന്ന വാക്കിന്റെ അർത്ഥം ഭൂപടം എന്നുമാണ്. അതേപോലെ ഗ്രാഫിക്സ് എന്നാൽ വരയ്ക്കുക എന്നതുമാണ്. അത് രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ എന്താണ്, ഭൂപടം വരയ്ക്കുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന കാർട്ടോഗ്രാഫർ എന്ന് പറയുന്നത്. കാർട്ടോഗ്രഫി എന്ന് പറയുന്നത് ഭൂപടങ്ങളുമായി ബന്ധപ്പെട്ട പഠനത്തെയാണ്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഇനി ഭൂപടങ്ങളുടെ ചരിത്രം. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് മെസോപ്പൊട്ടോമിയയിൽ കളിമണ്ണിൽ നിർമ്മിച്ച് ചുട്ടെഴുത്ത് ഫലകങ്ങളാണ് ഇന്ന് വരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ ഭൂപടം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂപടങ്ങളുടെ ചരിത്രം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 5000 വർഷങ്ങൾക്ക് മുമ്പ് എവിടെ, മെസോപ്പൊട്ടോമിയയിൽ കളിമണ്ണിൽ നിർമ്മിച്ച ചുട്ടെഴുത്ത് ഫലകങ്ങളെയാണ് ഏറ്റവും പഴക്കമേറിയ ഭൂപടങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, ലോകത്തിൽ ആദ്യമായി ഭൂപടം നിർമ്മിച്ചത് ആരാന്ന് ചോദിച്ചാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ലോകത്ത് ആദ്യമായിട്ട് ഭൂപടം നിർമ്മിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ആരാണ്, അനക്സിമാൻഡർ ആണ്. ലോകത്ത് ആദ്യമായിട്ട് ഭൂപടം നിർമ്മിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനക്സിമാൻഡർ ആണ്. അനക്സിമാൻഡർ ജനിച്ച രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഏഷ്യ മൈനറിലെ മിലി റൈറ്റ്സ് എന്ന് പറയുന്ന രാജ്യത്താണ് ആര് ജനിച്ചത്, അനക്സിമാൻഡർ ജനിച്ചത്. അനക്സിമാൻഡർ ആരായിരുന്നു, ലോകത്തിൽ ആദ്യമായിട്ട് ഭൂപടം നിർമ്മിച്ച വ്യക്തിയുടെ പേരാണ് അനക്സിമാൻഡർ ഏഷ്യ മൈനറിലെ മിലി റൈറ്റ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് ചെയ്തത്, ജനിച്ചത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഭൂപടങ്ങൾ നിർമ്മിച്ചിരുന്നത് തുകലിലും അതേപോലെ തന്നെ വെങ്കല ഫലകങ്ങളിലുമാണ്. ഓക്കെ,
അപ്പോൾ അദ്ദേഹത്തിന്റെ കാലത്ത് എങ്ങനെയായിരുന്നു ശരിക്കും ഭൂപടം നിർമ്മിച്ചിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, തുകലിലും അതേപോലെ തന്നെ വെങ്കല ഫലകങ്ങളിലുമായിരുന്നു അന്ന് എന്ത് നിർമ്മിച്ചിരുന്നത്? നമ്മുടെ ഈ പറയുന്ന ഭൂപടങ്ങൾ നിർമ്മിച്ചിരുന്നത്. ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനായ ഇറാസ്തോസനീസിന്റെ കണ്ടുപിടുത്തങ്ങളും അതേപോലെ തന്നെ ഹിപ്പാക്കസ്, ടോളമി എന്നീ ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ സംഭാവനകളും ഭൂപട നിർമ്മാണത്തിന് കൂടുതൽ സഹായകമായി എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനായ ഇറാത്തോസ്തനീസ്, അതേപോലെ തന്നെ എന്താണ് ഹിപ്പാർക്കസ്, ടോളമി എന്നീ ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങളും ശരിക്കും ഭൂപട നിർമ്മാണത്തിന് വളരെയധികം എന്താണ് പങ്ക് വഹിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി കൊളംബസ് അതേപോലെ തന്നെ മെഗല്ലൻ എന്നീ നാവികരുടെയും പര്യവേഷകരുടെയും ലോകയാത്രകൾ വ്യക്തമായും കൃത്യവുമായ ഭൂപട നിർമ്മാണത്തിന് വഴിതെളിച്ചു എന്നതുള്ളതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്കറിയാം കൊളംബസും അതേപോലെ തന്നെ മെഗല്ലനും എന്താണ് നാവികരാണ്. ഇവരുടെ പര്യവേഷണങ്ങളും ലോകയാത്രകളും വ്യക്തമായും കൃത്യവുമായ ഒരു ഭൂപട നിർമ്മാണത്തിന് എന്ത് ചെയ്തു? വഴിതെളിച്ചു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് ആരാ ചോദിച്ചാൽ അത് മെർക്കാറ്റർ ആണ്. മെർക്കാറ്റർ. അപ്പോൾ ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് ആരാ ചോദിച്ചാൽ മക്കളെ അതാണ് മെർക്കാറ്റർ. മെർക്കാറ്റർ ആണ് ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, മെർക്കാറ്റർ. ഓക്കെ, വിവിധ ഭൂപടങ്ങൾ ചേർത്ത് ആദ്യമായി അറ്റ്ലസ് തയ്യാറാക്കിയത് എബ്രഹാം ഓർട്ടേലിയസ് ആണ്. എബ്രഹാം ഓർട്ടേലിയസ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ 7, 8, 9, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറ്റ്ലസ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക്. അതായത് ഭൂപടങ്ങൾ എന്താണ് എല്ലാം ചേർത്ത് വച്ച് അവസാനം ഒരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അറ്റ്ലസ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ അറ്റ്ലസ് ആദ്യമായിട്ട് തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാൽ എബ്രഹാം ഓർട്ടേലിയസ് ആണ് ആദ്യമായിട്ട് അറ്റ്ലസ് എന്ന് പറയുന്നത് ആദ്യമായി തയ്യാറാക്കിയത്. ഓക്കെ, ആധുനിക ഭൂപട ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ ഗ്രീക്ക്, റോമൻ, അറബ്, ഇന്ത്യൻ ഭൂമിശാസ്ത്രജ്ഞന്മാരുടെ സംഭാവന ഏറെ വിലപ്പെട്ടതാണ്. അക്ഷാംശ രേഖാംശ രേഖകളുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി ഭൂപടം നിർമ്മിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ച ചോദ്യമാണ്. ടോളമി ആണ്. അക്ഷാംശ രേഖാംശ രേഖകളുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി ഭൂപടം നിർമ്മിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടോളമിയാണ്. ഓക്കെ, അപ്പോൾ അക്ഷാംശ രേഖാംശ രേഖകളുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി ഭൂപടം നിർമ്മിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ടോളമിയാണ്. അക്ഷാംശ രേഖാംശ രേഖകളുടെ സഹായത്തോടെ സ്ഥാനനിർണയം നടത്തുന്ന രീതി ആവിഷ്കരിച്ചത് ഹിപ്പാർക്കസ് ആണ്. ഓക്കെ, അപ്പോൾ അക്ഷാംശ രേഖാംശ രേഖകളുടെ സഹായത്തോടെ സ്ഥാനം നിർണ്ണയിക്കുന്ന രീതി ആദ്യമായി ആവിഷ്കരിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ഹിപ്പാർക്കസ് ആണ്. ഹിപ്പാർക്കസ്. ഓക്കെ, അപ്പോൾ അക്ഷാംശ രേഖകളുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി ഭൂപടം നിർമ്മിച്ചത് ആരാന്ന് ചോദിച്ചാൽ മക്കളെ അത് ടോളമിയാണ്. എന്നാൽ അക്ഷാംശ രേഖാംശ രേഖകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാനനിർണയം നടത്തുന്ന രീതി ആവിഷ്കരിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ഹിപ്പാർക്കസ് ആണ്. ഓക്കെ, ഇനി വിവിധ തരം ഭൂപടങ്ങൾ നമുക്കറിയാം. രാഷ്ട്രീയ ഭൂപടം, അതേപോലെ തന്നെ ചരിത്ര ഭൂപടം, ഭൂവിനിയോഗ ഭൂപടം, അതേപോലെ സൈനിക ഭൂപടം, ജ്യോതിശാസ്ത്ര ഭൂപടം, ദിനാവസ്ഥ ഭൂപടം. ഇത്രയാണ് വിവിധ തരം ഭൂപടങ്ങൾ. ഒന്നാമത്തെയാണ് എന്ത്? രാഷ്ട്രീയ ഭൂപടം. രാഷ്ട്രീയ ഭൂപടം ഒന്നാമത്തെ. ഇനി രണ്ടാമത്തെയാണ് എന്ത്? ചരിത്ര ഭൂപടം എന്നറിയപ്പെടുന്നത്. മൂന്നാമത്തെ ഭൂവിനിയോഗ ഭൂപടം. അടുത്തത് സൈനിക ഭൂപടം. അടുത്തത് ജ്യോതിശാസ്ത്ര ഭൂപടം. അടുത്തത് ദിനാവസ്ഥ ഭൂപടം. ഓക്കെ, ദിനാവസ്ഥ ഭൂപടം. ഇങ്ങനെ എന്താണ് ഇത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് വിവിധ തരം ഭൂപടങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ ഭൂപടം, അതേപോലെ തന്നെ ചരിത്ര ഭൂപടം, ഭൂവിനിയോഗ ഭൂപടം, സൈനിക ഭൂപടം, അതേപോലെ ജ്യോതിശാസ്ത്ര ഭൂപടം, ദിനാവസ്ഥ ഭൂപടം. ഭൂപടങ്ങളുടെ ഉപയോഗങ്ങൾ. ഭൂവിനിയോഗം മനസ്സിലാക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഭൂപടങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. വാന നിരീക്ഷണത്തിനും എന്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത്? ഭൂപടങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാലാവസ്ഥാ പഠനങ്ങൾക്ക്, സൈനിക ആവശ്യങ്ങൾക്ക്, രാജ്യാതിർത്തി മനസ്സിലാക്കുന്നതിന്, ചരിത്ര പഠനത്തിന്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭൂപടങ്ങളുടെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഭൂവിനിയോഗം മനസ്സിലാക്കുന്നതിന്, അതേപോലെ തന്നെ വാന നിരീക്ഷണത്തിന്, കാലാവസ്ഥ പഠനങ്ങൾക്ക്, സൈനിക ആവശ്യങ്ങൾക്ക്, രാജ്യാതിർത്തി മനസ്സിലാക്കുന്നതിന്, ചരിത്ര പഠനത്തിന്. ഇതിനൊക്കെയാണ് നമ്മൾ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ മാപ്പുകൾ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ ജസ്റ്റ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞത്. വരും ക്ലാസ്സുകളിൽ ഇതിന്റെ ബാക്കി ഭാഗങ്ങളുണ്ട്. ഇത് കംപ്ലീറ്റ് അല്ല. അടുത്ത ദിവസം നമ്മൾ ബാക്കി കാര്യങ്ങൾ പറയും. ഓക്കെ, അപ്പോൾ ഭൂവിവരങ്ങളുടെ സ്ഥാനീയവും കാലികവുമായ വിശകലനത്തിന് അനിവാര്യമായ ഉപാധിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഭൂപടങ്ങൾ എന്ന് വിളിക്കുന്നത്. ഭൂമിശാസ്ത്ര പഠനത്തിന്റെ താക്കോൽ എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്?
ഭൂപടങ്ങളെയാണ് ഭൂമിശാസ്ത്ര പഠനത്തിന്റെ താക്കോൽ എന്ന് വിളിക്കുന്നത്. ഭൂമിശാസ്ത്രകാരന്റെ പ്രധാന ഉപകരണമാണ് ഭൂപടം. ഇനി ഭൂപടം തയ്യാറാക്കുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കാർട്ടോഗ്രാഫർ എന്ന് വിളിക്കുന്നത്. ഇനി കാർട്ടോഗ്രഫി എന്നാൽ എന്താണ്? ഭൂപടം വരയ്ക്കുന്നതിന്റെ ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രഫി എന്ന് പറയുന്നത്. ഭൂപടങ്ങൾ ഏറ്റവും പഴയത് കണ്ടെത്തിയത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ മെസോപ്പൊട്ടോമിയയിലെ കളിമണ്ണിൽ നിർമ്മിച്ച ചുട്ടെഴുത്ത് ഫലകങ്ങളാണ് ഇതേവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ ഭൂപടം. ഇനി ലോകത്തിൽ ആദ്യമായി ഭൂപടം നിർമ്മിച്ചത് അനക്സിമാൻഡർ. ഏത് രാജ്യക്കാരനാന്ന് ചോദിച്ചാൽ ഏഷ്യ മൈനറിലെ മിലി റൈറ്റ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഭൂപടം നിർമ്മിച്ചിരുന്നത് തുകലും വെങ്കലും ഉപയോഗിച്ചായിരുന്നു. അതേപോലെ തന്നെ എന്താണ്? കൊളംബസ്, മെഗല്ലൻ എന്നീ നാവികരുടെയും പര്യവേഷകരുടെയും ലോകയാത്രകൾ വ്യക്തമായും കൃത്യവുമായ ഭൂപട നിർമ്മാണത്തിന് വഴിതെളിച്ചിട്ടുണ്ട്. ഇനി നമുക്കറിയാം ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ മെർക്കാറ്റർ ആണ്. അതേപോലെ തന്നെ എന്താണ്? വിവിധ ഭൂപടങ്ങൾ ചേർത്ത് ആദ്യമായി ഒരു അറ്റ്ലസ് തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാൽ അത് എബ്രഹാം ഓർട്ടേലിയസ് ആണ്. അക്ഷാംശ രേഖാംശ രേഖകളുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി ഭൂപടം നിർമ്മിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടോളമിയാണ്. അക്ഷാംശ രേഖാംശ രേഖകളുടെ സഹായത്തോടെ സ്ഥാനനിർണയം രീതി ആദ്യമായി ആവിഷ്കരിച്ചത് അത് ഹിപ്പാർക്കസുമാണ്. ഓക്കെ, വിവിധ തരം ഭൂപടങ്ങൾ നമ്മൾ പറഞ്ഞു. രാഷ്ട്രീയ ഭൂപടം, ചരിത്ര ഭൂപടം, അതേപോലെ ഭൂവിനിയോഗ ഭൂപടം, സൈനിക ഭൂപടം, ജ്യോതിശാസ്ത്ര ഭൂപടം, ദിനാവസ്ഥ ഭൂപടം. ഇത്രയാണ് നമ്മുടെ വിവിധ തരം ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അവയുടെ ഉപയോഗങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഹിസ്റ്ററിയിലെ അടുത്തൊരു ടോപ്പിക്കാണ് 1956 ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജോഗ്രഫിയുടെ പാർട്ട് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. പാർട്ട് 2 ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ എന്ന ലെവലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തെന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ അതിന്റെ കൂടെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ 1956 ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണശാല ഏതാന്ന് ചോദിച്ചാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് കേരളമാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണശാലയാണ് കേരളം എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? ഈ ചോദ്യം നിലവിൽ ചോദിച്ചേക്കണ ചോദ്യമാണ്. എന്നാണ് കേരളത്തിന്റെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നുള്ളത്? അത് 1957 ഫെബ്രുവരി 28 നടന്നത്. ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെ ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. എന്നാണ്? 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെ. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്നാ ചോദിച്ചാൽ അത് 1957 ഏപ്രിൽ 5 കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത്. ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാ ചോദിച്ചാൽ 1957 ഏപ്രിൽ 27 ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27. ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് ഇതര മന്ത്രിസഭ, ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിലവിൽ വന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ആദ്യ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 114. കേരളത്തിലെ ആദ്യ നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 127 അംഗങ്ങളാണ്. അതായത് 126 പ്ലസ് ഒരെണ്ണം നോമിനേറ്റഡ് മെമ്പർ. 12 മണ്ഡലങ്ങളിൽ നിന്നും 2 അംഗങ്ങൾ വീതം തിരഞ്ഞെടുക്കപ്പെടുന്നതിൽ 11 മണ്ഡലങ്ങൾ പട്ടികജാതിക്കാർക്കും 1 മണ്ഡലം പട്ടികവർഗത്തിനും വേണ്ടി സംവരണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ച സീറ്റുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 60 എണ്ണമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ച സീറ്റുകളുടെ എണ്ണം 60 എണ്ണമാണ് ലഭിച്ചത്. അപ്പോൾ ഒന്നാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ച സീറ്റുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ 60 എണ്ണമാണ്. പ്രഥമ കേരള നിയമസഭയിൽ കോൺഗ്രസിന് ലഭിച്ച സീറ്റുകളുടെ എണ്ണം 43. ഒന്നാം കേരള നിയമസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 11 മന്ത്രിമാരാണ്. നിലവിൽ ഒന്നാം കേരള മന്ത്രിസഭയിൽ മന്ത്രിമാരുടെ എണ്ണം ചോദിക്കാം, 11 പേരാണ് ഉണ്ടായിരുന്നത്. ഇനി ഒന്നാം കേരള മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം ഏതാന്ന് ചോദിച്ചാൽ ഒറ്റക്കൊരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, അത് KR ഗൗരിയമ്മയായിരുന്നു. അപ്പോൾ ഒന്നാം കേരള മന്ത്രിസഭയിലെ ഏക വനിതാ മന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരായിരുന്നു? KR ഗൗരിയമ്മയാണ്. റവന്യൂ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു ആര്? KR ഗൗരിയമ്മ. ഒന്നാം കേരള മന്ത്രിസഭ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ്. നമുക്കറിയാം. ധനകാര്യം എന്ന് പറയുന്നത് C അച്യുത മേനോനാണ് ധനകാര്യം.
സി അച്യുതമേനോൻ. അപ്പോൾ ഒന്നാം കേരള മന്ത്രിസഭ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് എല്ലാവർക്കും അറിയാം. ധനകാര്യം സി അച്യുതമേനോൻ, ഒത്തിരി തവണ ചോദിച്ചാണ്, എല്ലാവർക്കും അറിയാം. തൊഴില് ട്രാൻസ്പോർട്ട് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊഴിലും ട്രാൻസ്പോർട്ടും ആരാ? TV തോമസ് ആണ് തൊഴിലും ട്രാൻസ്പോർട്ടും. ഭക്ഷ്യം വനം ആരാന്ന് ചോദിച്ചാൽ KC ജോർജ് ആണ് ഭക്ഷ്യം വനം KC ജോർജ്. വ്യവസായം KP ഗോപാലൻ ആയിരുന്നു, വ്യവസായം KP ഗോപാലൻ. പബ്ലിക് വർക്ക് TA മജീദ് ആണ്, പബ്ലിക് വർക്ക് TA മജീദ്. തദ്ദേശ സ്വയംഭരണം PK ചാത്തൻ മാസ്റ്റർ ആണ്, തദ്ദേശ സ്വയംഭരണം PK ചാത്തൻ മാസ്റ്റർ. വിദ്യാഭ്യാസം സഹകരണം ജോസഫ് മുണ്ടശ്ശേരി ആണ്, വിദ്യാഭ്യാസം സഹകരണം ജോസഫ് മുണ്ടശ്ശേരി. റവന്യൂ KR ഗൗരിയമ്മ. നമ്മൾ പറഞ്ഞു റവന്യൂ എന്ന് പറയുന്ന ഒരേ ഒരു വനിതാ മന്ത്രിയാണ് KR ഗൗരിയമ്മ. അപ്പോൾ KR ഗൗരിയമ്മ കൈകാര്യം ചെയ്യുന്നത് റവന്യൂ ആണ്. നിയമം വൈദ്യുതി ആഭ്യന്തരം VR കൃഷ്ണ അയ്യർ ആണ്, നിയമം വൈദ്യുതി ആഭ്യന്തരം VR കൃഷ്ണ അയ്യർ. ആരോഗ്യം ഡോക്ടർ MR മേനോൻ, ആരോഗ്യം ഡോക്ടർ MR മേനോൻ ആണ് ആരോഗ്യം. ഒന്നാം കേരള നിയമസഭയിൽ ഭൂപരിഷ്കരണ ബില്ല് അവതരിപ്പിച്ചത് KR ഗൗരിയമ്മയാണ്. അപ്പോൾ ഒന്നാം കേരള നിയമസഭയിൽ ഭൂപരിഷ്കരണ ബില്ല് അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് KR ഗൗരിയമ്മയാണ്. ഒന്നാം കേരള നിയമസഭയിലെ വനിതകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ ഒന്നാം കേരള നിയമസഭയിലെ വനിതകളുടെ എണ്ണം മക്കളെ 6 പേരാണ്. ഒന്നാം കേരള നിയമസഭയിലെ വനിതകളുടെ എണ്ണം 6 എണ്ണം. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക മണ്ഡലമായിരുന്നു മഞ്ചേശ്വരം. ഓർത്തു വച്ചോ, കേരള നിയമസഭയുടെ ചരിത്രത്തിൽ സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക മണ്ഡലമാണ് മഞ്ചേശ്വരം. ഒന്നാം കേരള നിയമസഭയിലെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് M ഉമേഷ് റാവു. അപ്പോൾ ഒന്നാം കേരള നിയമസഭയിലെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ M ഉമേഷ് റാവു ആണ്. ഒന്നാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡോക്ടർ MR മേനോൻ ആണ്. ഓക്കെ, അപ്പോൾ ഡോക്ടർ AR മേനോൻ, സോറി. അപ്പോൾ ഒന്നാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗമാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ AR മേനോൻ ആണ്. ഇന്ത്യയിൽ ആദ്യമായി ഭരണഘടനയിലെ 356 അനുച്ഛേദം അനുസരിച്ച് പുറത്താക്കപ്പെട്ട EMS മന്ത്രിസഭയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭരണഘടനയിലെ 356 അനുച്ഛേദം അനുസരിച്ച് പുറത്താക്കപ്പെട്ട മന്ത്രിസഭ ഏതാന്ന് ചോദിച്ചാൽ അത് EMS മന്ത്രിസഭയാണ്. കേരളത്തിലെ ഒന്നാം മന്ത്രിസഭ പിരിച്ചുവിടാൻ കാരണമായ പ്രക്ഷോഭം ഏതാന്ന് ചോദിച്ചാൽ അതാണ് വിമോചന സമരം. ചോദിച്ചേക്കണ ചോദ്യമാണ്, PSC മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. അതായത് കേരളത്തിലെ ഒന്നാം മന്ത്രിസഭ പിരിച്ചുവിടാൻ കാരണമായ പ്രക്ഷോഭം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം വിമോചന സമരമാണ്. ഓക്കെ, വിമോചന സമരമാണ് കേരളത്തിലെ ഒന്നാം മന്ത്രിസഭ പിരിച്ചുവിടാൻ കാരണമായ പ്രക്ഷോഭം. എന്തായിരുന്നു വിമോചന സമരം? വിമോചന സമരത്തിന് കാരണമായ പ്രധാന സംഭവമാണ് വിദ്യാഭ്യാസ ബില്ലും അതേപോലെ തന്നെ ഭൂപരിഷ്കരണ ബില്ല്. അപ്പോൾ എന്താണ് വിമോചന സമരത്തിന് കാരണമായിട്ടുള്ള 2 സംഭവങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് വിദ്യാഭ്യാസ ബില്ലും അതേപോലെ തന്നെ എന്താണ് ഭൂപരിഷ്കരണ ബില്ലുമാണ് വിമോചന സമരത്തിന് കാരണമായ 2 പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്. വിമോചന സമരം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് പനമ്പിള്ളി ഗോവിന്ദ മേനോനാണ്. ഇപ്പൊ ഈ പറഞ്ഞ വാക്കുകളൊക്കെ PSCക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോദ്യമാണ് നിവർത്തന പ്രക്ഷോഭം നടന്നത് എന്നാന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നിർദ്ദേശിച്ചത് ഏത് വ്യക്തിയാന്നുള്ളത് താഴെ നിങ്ങളുടെ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, നിവർത്തന പ്രക്ഷോഭം നടന്നത് എന്നാണ്. രണ്ടാമത് നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയ വ്യക്തി ആരാണ് എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. അപ്പൊ 2 ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. അപ്പോൾ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മന്നത്ത് പത്മനാഭനാണ് വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. വിമോചന സമരത്തിന്റെ ഭാഗമായി അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരം വരെ ജീവശിഖ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ വിമോചന സമരത്തിന്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖ യാത്ര നയിച്ചത് ആരാന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭനാണ്. വിമോചന സമരത്തിന്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖ ജാഥ നയിച്ചതും മന്നത്ത് പത്മനാഭനാണ്.
വിമോചന സമര നടത്തിപ്പിനായി ഫാദർ വടക്കന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടനയുടെ പേരെന്താന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്, ക്രിസ്റ്റഫേഴ്സ്. ഓക്കെ, അപ്പോൾ വിമോചന സമരത്തിന്റെ നടത്തിപ്പിനായി ഫാദർ വടക്കന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടനയുടെ പേരായിരുന്നു ക്രിസ്റ്റഫേഴ്സ്. ഓക്കെ, അപ്പോൾ വിമോചന സമരത്തിന്റെ നടത്തിപ്പിനായി ഫാദർ വടക്കന്റെ നേതൃത്വത്തിൽ നമ്മൾ രൂപീകരിച്ച സംഘടനയുടെ പേരായിരുന്നു ക്രിസ്റ്റഫേഴ്സ്. വിമോചന സമരത്തിലെ അമേരിക്കൻ ഇടപെടൽ വെളിപ്പെടുത്തുന്നതിനായി ഡാനിയൽ പാട്രിക് മൊയ്നി ഹാൻസ് പുസ്തകമാണ് എ ഡേഞ്ചറസ് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ വിമോചന സമരത്തിലെ അമേരിക്കൻ ഇടപെടൽ വെളിപ്പെടുത്തുന്ന ഡാനിയൽ പാട്രിക് മൊയ്നി ഹാൻഡ് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് എ ഡേഞ്ചറസ് പ്ലേസ്. അപ്പോൾ എ ഡേഞ്ചറസ് പ്ലേസ് എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മക്കളെ അത് ഏതാണ്? വിമോചന സമരവുമായി ബന്ധപ്പെട്ടതാണ് എ ഡേഞ്ചറസ് പ്ലേസ് എന്ന് പറയുന്നത്. ആരായിരുന്നു ഈ പുസ്തകം എഴുതിയത് എന്ന് ചോദിച്ചാൽ ഡാനിയൽ പാട്രിക് മൊയ്നി ഹാൻഡ് ആണ്. ഡാനിയൽ പാട്രിക് മൊയ്നി ഹാൻഡ് ആണ് ഈ പുസ്തകം എഴുതിയത്. വിമോചന സമരത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, മുസ്ലിം ലീഗ്, കേരള സോഷ്യലിസ്റ്റ് പാർട്ടി, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി. ഇത്രയും പേരാണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന വിമോചന സമരത്തിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ വിമോചന സമരത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, മുസ്ലിം ലീഗ്, കേരള സോഷ്യലിസ്റ്റ് പാർട്ടി, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി. ഇത്രയാണ് വിമോചന സമരത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത്. ഇനി ഒന്നാം കേരള മന്ത്രിസഭയെ പിരിച്ചുവിട്ട വർഷം ചോദിച്ചെങ്ങനെയാണ്? 1959 ജൂലൈ 31 ഒന്നാം കേരള മന്ത്രിസഭയെ പിരിച്ചുവിട്ട വർഷം എന്നാ ചോദിച്ചാൽ 1959 ജൂലൈ 31. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസ് ആയിട്ട് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. 1956 ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വന്തം കേരളമാണ്. കേരളത്തിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതാണ് 57 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെ. ഇനി മന്ത്രിസഭ നിലവിൽ വന്ന എന്നാ ചോദിച്ചാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. 1957 ഏപ്രിൽ 5 എന്ത് വന്നത്? കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത്. നമുക്കറിയാം 11 അംഗ മന്ത്രിസഭ. അതിൻ്റെ അകത്ത് ഓരോരുത്തരെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചു പോയേക്കുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് കേരള ദുരന്ത നിവാരണ അതോറിറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ദുരന്ത നിവാരണം നമുക്കൊരു ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. അപ്പോൾ കേരള ഭരണ സംവിധാനം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഒരു വിപത്തിനെ ജനങ്ങൾക്ക് ഫലപ്രദമായി നേരിടാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ദുരന്തം എന്നാണ് അതിനെ പറയുന്നത്. അതായത് ഒരു വിപത്തിനെ ജനങ്ങൾക്ക് ഫലപ്രദമായി നേരിടാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ അതിനെ ദുരന്തം എന്ന് പറയുന്നു. ഓക്കെ, ഒരു വിപത്തിനെ ജനങ്ങൾക്ക് ഫലപ്രദമായി നേരിടാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ അതിനെ ദുരന്തം എന്ന് പറയുന്നു. ജീവജാലങ്ങളുടെയും അതേപോലെ തന്നെ ജീവനും ആരോഗ്യത്തിനും വസ്തുക്കൾക്കും സേവനങ്ങൾക്കും പരിസ്ഥിതിക്കും സാമൂഹിക സാമ്പത്തിക മേഖലകൾക്കും ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തെ വിപത്ത് എന്നാണ് പറയുന്നത്. ഒരു വിപത്തിനെ ഫലപ്രദമായി നേരിടാൻ കഴിയുന്ന സാഹചര്യമാണ് അത്യാഹിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ദുരന്തത്തെ നേരിടാനോ അതേപോലെ തന്നെ പ്രതിരോധിക്കാനോ ലഘൂകരിക്കാനോ അതിജീവിക്കാനോ ജനങ്ങൾക്കും സമൂഹത്തിനുമുള്ള കഴിവുകൾ, വിഭവങ്ങൾ, മാർഗങ്ങൾ എന്നിവ കൊണ്ട് അർത്ഥമാക്കുന്നതാണ് കാര്യക്ഷമത. അപ്പൊ ഒരു ദുരന്തത്തെ നേരിടാനോ അതേപോലെ തന്നെ എന്താണ് പ്രതിരോധിക്കാനോ അതേപോലെ തന്നെ എന്താണ് പ്രതിരോധിക്കാനോ ലഘൂകരിക്കാനോ അതിജീവിക്കാനോ ജനങ്ങൾക്കും സമൂഹത്തിനുമുള്ള കഴിവുകൾ, വിഭവങ്ങൾ, മാർഗങ്ങൾ എന്നിവ കൊണ്ട് അർത്ഥമാക്കുന്നതാണ് കാര്യക്ഷമത. ലഭ്യമായ എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ച് ഉത്തരവാദിത്ത ബോധത്തോടു കൂടി മാനുഷിക മൂല്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് അത്യാഹിത സന്ദർഭങ്ങളിൽ മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ട് ദുരന്തവേളയിൽ ഫലപ്രദമായി പ്രതികരിച്ചുകൊണ്ടും ദുരന്ത മേഖലയെ യഥാസമയം വീണ്ടെടുത്ത് ആഘാതങ്ങളെ ലഘൂകരിക്കാൻ തക്കവണ്ണം നടത്തുന്ന ഫലപ്രദമായ ഇടപെടലുകളാണ് ദുരന്ത നിവാരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ദുരന്ത നിവാരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ലഭ്യമായ എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ച്
ഉത്തരവാദിത്ത ബോധത്തോടുകൂടി മാനുഷിക മൂല്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് അത്യാഹിത സന്ദർഭങ്ങളിൽ മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ട് ദുരന്തവേളയിൽ ഫലപ്രദമായി പ്രതികരിച്ചുകൊണ്ടും ദുരന്ത മേഖലകളെ യഥാസമയം വീണ്ടെടുത്ത് ആഘാതങ്ങളെ ലഘൂകരിക്കാൻ തക്കവണ്ണം നടത്തുന്ന ഫലപ്രദമായ ഇടപെടലുകളാണ് ദുരന്ത നിവാരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രതിരോധം, ലഘൂകരണം, മുന്നൊരുക്കം എന്നീ പ്രവർത്തനങ്ങളിലൂടെ ദുരന്തത്തിന്റെ ആഘാതങ്ങളെ ലഘൂകരിക്കുകയോ ഒഴിവാക്കുകയോ ആണ് ദുരന്ത നിവാരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഓക്കെ, അപ്പോൾ പ്രതിരോധം, ലഘൂകരണം, മുന്നൊരുക്കം എന്നീ പ്രവർത്തനങ്ങളിലൂടെ എന്താണ് ആ ദുരന്തത്തിന്റെ ആഘാതങ്ങളെ ലഘൂകരിക്കുകയോ ഒഴിവാക്കുകയോ ആണ് ദുരന്ത നിവാരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ വളരെ ആസൂത്രിതമായി നടപ്പിലാക്കുന്ന 3 ഘട്ടങ്ങളാണ് നിലവിലുള്ളത്. അപ്പോൾ ദുരന്ത നിവാരണം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ആ ദുരന്തത്തെ നമ്മൾ എങ്ങനെ ആസൂത്രിതമായി നടപ്പിലാക്കുന്നു എന്ന്, അതായത് അതിനു വേണ്ടിയിട്ട് 3 ഘട്ടങ്ങളാണ് നിലവിലുള്ളത്. ഒന്ന് ദുരന്ത പൂർവ്വ ഘട്ടം, ദുരന്തം തടയുന്നതിനായുള്ള മുന്നൊരുക്കങ്ങൾ ആദ്യം തന്നെ ചെയ്യുക. അതാണ് എന്താണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ വളരെ ആസൂത്രിതമായി നടപ്പാക്കുന്ന 3 ഘട്ടങ്ങളിലെ ഒന്നാമത്തെ എന്ന് പറയുന്നത് ദുരന്ത പൂർവ്വഘട്ടം, അതായത് ദുരന്തം തടയുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നമ്മൾ ഉണ്ടാക്കുക. രണ്ടാമത്തെയാണ് ദുരന്ത സമയഘട്ടം എന്ന് പറയുന്നത്, ദുരന്തം അഭിമുഖീകരിക്കുന്ന സമയത്തെ പ്രവർത്തനങ്ങൾ. ഓക്കെ, ദുരന്ത സമയഘട്ടം എന്ന് പറയുന്നത് ദുരന്തം അഭിമുഖീകരിക്കുന്ന സമയത്തെ പ്രവർത്തനങ്ങൾ. അടുത്തത് ദുരന്താനന്തര ഘട്ടം. ഓക്കെ, അങ്ങനെ 3 ഘട്ടങ്ങളാണ് നിലവിലുള്ളത്. ഒന്ന് ദുരന്തം തടയുന്നതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ദുരന്ത പൂർവ്വഘട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദുരന്ത സമയഘട്ടം എന്ന് പറയുന്നത് ദുരന്ത സമയം അഭിമുഖീകരിക്കുന്ന സമയത്തെ പ്രവർത്തനങ്ങൾ. ദുരന്താനന്തര ഘട്ടം, ദുരന്തങ്ങളുടെ അനന്തരഫലങ്ങളെ, പ്രാഥമിക പ്രത്യാഘാതങ്ങൾ എന്നിങ്ങനെ നമുക്ക് തരംതിരിക്കാം. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രാഥമിക പ്രത്യാഘാതങ്ങൾ വിപത്തുണ്ടാകുന്ന സമയത്ത് തന്നെ സംഭവിക്കുന്ന പ്രത്യാഘാതങ്ങൾ, അതേപോലെ തന്നെ ഇപ്പോൾ പ്രളയവേളയിലെ അപകടങ്ങൾ, ഭൂകമ്പ സമയത്തുണ്ടാകുന്ന കെട്ടിടങ്ങളുടെ തകർച്ച, ഉരുൾപൊട്ടൽ, ചുഴലിക്കാറ്റ് തുടങ്ങിയവയാണ് എന്താണ് വിപത്ത് ഉണ്ടാകുന്ന സമയത്ത് തന്നെ സംഭവിക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു വിപത്ത് ഉണ്ടായി, അതായത് ഇപ്പോൾ എന്താണ് പ്രളയം ഉണ്ടായി, അതേപോലെ തന്നെ എന്താണ് ഭൂകമ്പ സമയത്തുള്ള കെട്ടിടങ്ങൾ, അതേപോലെ തന്നെ എന്താണ് ഉരുൾപൊട്ടൽ, ചുഴലിക്കാറ്റ്, ഇതൊക്കെ ആ ഒരു വിപത്ത് ഉണ്ടാകുന്ന സമയത്ത് തന്നെ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഓൾറെഡി എന്താണ് ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ടുള്ള ലെവലിലേക്ക് വരുന്നു. അപ്പൊ അങ്ങനെയുള്ള സംഭവമാണ് എന്തെന്ന് പറയുന്നത് വിപത്തുണ്ടാക്കുന്ന സമയത്ത് തന്നെ സംഭവിക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത്. ഇനി ദ്വിതീയ പ്രത്യാഘാതങ്ങൾ, പ്രാഥമിക പ്രത്യാഘാതങ്ങളുടെ പ്രേരണയാൽ സംഭവിക്കുന്ന പ്രത്യാഘാതങ്ങൾ. ഉദാഹരണം ഭൂകമ്പത്തെ തുടർന്നുണ്ടാകുന്ന അഗ്നിബാധ, വൈദ്യുത ജല സേവനങ്ങളുടെ തടസ്സപ്പെടൽ, ഇതൊക്കെയാണ് എന്താണ് അതായത് ദ്വിതീയ പ്രത്യാഘാതങ്ങൾ, പ്രാഥമിക പ്രത്യാഘാതങ്ങളുടെ പ്രേരണയാൽ സംഭവിക്കുന്ന പ്രത്യാഘാതങ്ങൾ. ഓക്കെ, ഇനി ഹൃദയ പ്രത്യാഘാതങ്ങൾ, ദുരന്തത്തെ തുടർന്ന് ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന പ്രത്യാഘാതങ്ങൾ, വെള്ളപ്പൊക്കത്തെ തുടർന്നുണ്ടായ ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ നശീകരണം, അതേപോലെ തന്നെ നദീപാതകളുടെ സ്ഥിരമായ ദിശ മാറി ഒഴുകൽ, കൃഷിനാശം, ഇതൊക്കെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. ഭാവിയിൽ സംഭവിക്കാവുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ അറിയപ്പെടുന്നതാണ് പ്രവചനം എന്ന് പറയുന്നത്. അപ്പോൾ പ്രവചനം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഭാവിയിൽ ഇപ്പോൾ നിലവിലത്തെ പ്രത്യാഘാതങ്ങളൊക്കെ വച്ചുകൊണ്ടും അവിടുത്തെ ജോഗ്രാഫിക്കൽ സ്ട്രക്ചേഴ്സ് അനുസരിച്ചും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രവചിക്കാനായിട്ട് പറ്റും. അതായത് ഇനി ഭാവിയിൽ ഇവിടെ ഇങ്ങനെയൊക്കെ രീതിയിലുള്ള എന്താണ് ദുരന്തങ്ങൾ നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് മുൻകരുതലുകൾ എടുക്കാനായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ എന്താണ് ഭാവിയിൽ സംഭവിക്കാവുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള ചില പ്രസ്താവനകൾ ഉന്നയിക്കുന്നതിനെയാണ് പ്രവചനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശാസ്ത്രീയ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ ഭൗമ പ്രക്രിയകളെ വിലയിരുത്തി വരാൻ പോകുന്ന അപകടത്തിന് മുന്നോടിയായി സംഭവിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും സൂചകങ്ങളെ നമുക്ക് തിരിച്ചറിയാം. ഓക്കെ, അപ്പോൾ ശാസ്ത്രീയ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ ഭൗമ പ്രക്രിയകളുടെ വിലയിരുത്തൽ വരാൻ പോകുന്ന അപകടത്തിന് മുന്നോടിയായി സംഭവിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും സൂചകങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചറിയുന്നു. ഇനി എന്താണ് ദുരന്ത നിവാരണ നിയമം 2005? ഇന്ത്യയിലെ ദുരന്തങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ വേണ്ടി നിലവിൽ വന്ന നിയമമാണ് 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് നിലവിൽ വന്ന വർഷം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2005 ഇന്ത്യയിലെ ദുരന്തങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ വേണ്ടി നിലവിൽ വന്ന നിയമമാണ് 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്. ദുരന്തങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള നിയമപരവും സ്ഥാനപരവുമായ ചട്ടക്കൂടാണ്
ഈ നിയമം പ്രദാനം ചെയ്യുന്നത്. പുതിയ സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവൺമെന്റുകൾക്കായി പ്രത്യേക ചുമതലകൾ നൽകുവാനും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ നിയമത്തിന്റെ വ്യവസ്ഥകൾ പ്രകാരം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിക്കുകയും NDMA രൂപീകരിക്കുകയും NDMAയുടെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിൽ സഹായിക്കുന്നതിനായി നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, അതായത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിലവിൽ വന്നത് അല്ലെങ്കിൽ രൂപീകൃതമായ സഹായിക്കുന്നതിനായി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിലവിൽ വന്നു. ജില്ലാതലത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി DDMA രൂപീകരിക്കുകയും ചെയ്തു. ഇനി 79 വകുപ്പുകൾ അടങ്ങിയ ഈ നിയമത്തിൽ 14 വകുപ്പുകൾ എല്ലാ സംസ്ഥാന സർക്കാരുകളുടെയും ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. ഇനി നമുക്കറിയാം, ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. എപ്പോഴും ചോദിക്കുന്നത് ഇതാണ്, ദേശീയ ദുരന്ത നിവാരണ നിയമം അല്ലെങ്കിൽ നിയമം നിലവിൽ വന്നത് 2005 അതിൻ്റെ അകത്ത് എത്ര അധ്യായങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ മക്കളെ, അത് 11 അധ്യായങ്ങളാണുള്ളത്. എത്ര വകുപ്പുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 79 വകുപ്പുകളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വച്ചോ, 1 മാർക്കാണ്. അപ്പോൾ ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 അധ്യായങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 11 അധ്യായങ്ങളാണ് ഇതിലുള്ളത്. എത്ര വകുപ്പുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 79 വകുപ്പുകളാണ്. ഇന്ത്യയിലെ ദുരന്ത നിവാരണത്തിനുള്ള ഏറ്റവും ഉയർന്ന അതോറിറ്റി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി. കേന്ദ്ര സർക്കാരിന്റെ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായത് 2005 മെയ് 30. സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ചത് 2005 ഡിസംബർ 23. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? വകുപ്പ് 3 ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വകുപ്പ് 3. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ചെയർപേഴ്സൺ കൂടാതെ 9 അംഗങ്ങളാണ് ഉൾപ്പെടുന്നത്. ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ 10 പേരാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഉള്ളത്. എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആരാന്ന് ചോദിച്ചാൽ അതെപ്പോഴും ആരാണ്? ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആണ് നമ്മുടെ പ്രധാനമന്ത്രി. മാറ്റങ്ങളെ ദേശീയ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ മറ്റംഗങ്ങളെ ദേശീയ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ നാമനിർദ്ദേശം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ മറ്റ് അംഗങ്ങളെ ദേശീയ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള പ്രധാനമന്ത്രി ആയിരിക്കും എന്ത് ചെയ്യുന്നത്? നാമനിർദ്ദേശം ചെയ്യുന്നത്. മറ്റ് 9 അംഗങ്ങളിൽ നിന്നും ഒരാളെ ചേർന്ന് വൈസ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കാം. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളുടെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ 5 വർഷമാണ്. അപ്പോൾ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളുടെ കാലാവധി 5 വർഷമാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, അത് എവിടെയാണ്? ഡൽഹിയിലാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം, ന്യൂഡൽഹി. ദേശീയ ദുരന്തങ്ങൾ പ്രഖ്യാപിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേന്ദ്ര സർക്കാരാണ് ദേശീയ ദുരന്തങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട 5 വിഭാഗങ്ങളും നയവും പദ്ധതിയുമാണ്: ദുരന്ത ലഘൂകരണം, പ്രവർത്തനങ്ങളും ആശയവിനിമയങ്ങളും, ശേഷി വർദ്ധിപ്പിക്കൽ, അടുത്തത് ധനകാര്യം, ദുരന്ത നിവാരണ നിയമം. ഇതാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട 5 വിഭാഗങ്ങൾ, നയവും പദ്ധതിയും, അതേപോലെ തന്നെ ദുരന്ത ലഘൂകരണം, പ്രവർത്തനങ്ങളും ആശയവിനിമയങ്ങളും, ശേഷി വർദ്ധിപ്പിക്കൽ, ധനകാര്യം, ദുരന്ത നിവാരണ നിയമം. ഇത്രയാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട 5 വിഭാഗങ്ങളും നയവും പദ്ധതിയും. ഇനി ദുരന്ത നിവാരണ നിയമം രാജ്യസഭ പാസാക്കിയത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2005 നവംബർ 28 ദുരന്ത നിവാരണ നിയമം രാജ്യസഭ പാസാക്കിയത് 2005 നവംബർ 28. ഇനി എന്നാണ് ലോകസഭ പാസാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2005 ഡിസംബർ 12 ലോകസഭ പാസാക്കിയത്, 2005 ഡിസംബർ 12. ഇനി രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ നിയമം നിലവിൽ വന്നത് 2005 ഡിസംബർ 23. ഓക്കെ, അപ്പോൾ ദുരന്ത നിവാരണ നിയമം രാജ്യസഭ പാസാക്കിയത് 2005 നവംബർ 28, ലോകസഭ പാസാക്കിയത് 2005 ഡിസംബർ 12. രാഷ്ട്രപതിയുടെ അംഗീകാരം നിയമം നിലവിൽ വന്നത് എന്നാ ചോദിച്ചാൽ അംഗീകാരത്തോടെ
നിയമം നിലവിൽ വന്നത് 2005 ഡിസംബർ 23. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്താണ് ഈ പറയുന്നതിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ. ഇനിയും കണ്ടിന്യൂ ചെയ്യും നമ്മൾ ഈ ക്ലാസ്. ഇത് സ്റ്റാർട്ടിംഗ് ആണ്, കാരണം മൊത്തത്തിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും, പിന്നെ നിങ്ങളത് ഇട്ടിട്ട് പോകും. അതുകൊണ്ടാണ് നമ്മൾ ഓരോ പാർട്ടായിട്ട് തിരിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഒരു വിപത്തിനെ ജനങ്ങൾക്ക് ഫലപ്രദമായി നേരിടാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് അതിനെ ദുരന്തം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഒരു വിപത്തിനെ ഫലപ്രദമായി നേരിടാൻ കഴിയുന്ന സാഹചര്യമാണ് അത്യാഹിതം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ വളരെ ആസൂത്രിതമായി നടപ്പാക്കുന്ന 3 ഘട്ടങ്ങളാണ്. ഒന്ന് ദുരന്തപൂർവ്വ ഘട്ടം, ദുരന്ത സമയഘട്ടം, ദുരന്താനന്തര ഘട്ടം എന്ന് പറയുന്നത്. അതേപോലെ ദുരന്ത നിവാരണ നിയമം 2005, അതായത് എന്താണ് 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് നിലവിൽ വന്നു 2005. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നമ്മുടെ ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 അധ്യായങ്ങൾ എത്രയെണ്ണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11 എണ്ണമാണ്. വകുപ്പുകൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 79 വകുപ്പുകളാണ് നിലവിൽ ഉള്ളത്. ഇനി പ്രതിപാദിക്കുന്ന ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 3 ഇതിൻ്റെ അകത്ത് 10 ചെയർപേഴ്സൺ ഉൾപ്പെടെ 10 പേരാണ് ഉള്ളത്. അതിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അംഗങ്ങളുടെ കാലാവധി 5 വർഷമാണ്. എവിടെയാണ് ഇതിൻ്റെ ആസ്ഥാനം എന്ന് ചോദിച്ചാൽ മക്കളെ, ന്യൂഡൽഹിയാണ്. ദേശീയ ദുരന്തങ്ങൾ പ്രഖ്യാപിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. രാജ്യസഭ പാസ്സാക്കിയത് ദേശീയ ദുരന്ത നിവാരണ നിയമം രാജ്യസഭ 2005 നവംബർ 28, ലോകസഭ 2005 നവംബർ 12. രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ നിയമം നിലവിൽ വന്നത് 2005 ഡിസംബർ 23. നമുക്കിനി ലോഹങ്ങളെ കുറിച്ച് പഠിക്കാം. കെമിസ്ട്രിയുടെ ടോപ്പിക്കാണ്. അപ്പോൾ അതിക്ക് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ ആ 1 വേർഡ്സ് ഒന്ന് നോക്കിയിട്ട് പോകാം. അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും മൊത്തത്തിൽ ആകെ ഒരു എന്ത് വരും, ഒരു ഇത് വരും, ബോറടി വരും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് മറ്റേ ഇതിൻ്റെ അകത്തെ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശൈലികളും അതേപോലെ തന്നെ എന്താണ് 1 വേർഡ്സും നമുക്കൊന്ന് നോക്കാം. ആലത്തൂർ കാക്ക എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു ശൈലിയുടെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ആലത്തൂർ കാക്ക എന്ന് ചോദിച്ചാൽ ആശിച്ച് കാലം കഴിയുന്നവനെയാണ് ആലത്തൂർ കാക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആശിച്ച് കാലം കഴിയുന്ന വ്യക്തിയാണ് ആലത്തൂർ കാക്ക. ഒത്തിരി തവണ LD ലെവലും അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് ആലത്തൂർ കാക്ക. ആശിച്ച് കാലം കഴിയുന്നവൻ. ഊഴിയം നടത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥതയില്ലാത്ത പ്രവർത്തിക്കുക. അപ്പോൾ ആത്മാർത്ഥതയില്ലാതെ പ്രവർത്തിക്കുന്നതാണ് ഊഴിയം നടത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചോദിച്ച ചോദ്യമാണ്. അടുത്തത് ഭരതവാക്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരതവാക്യം എന്താണ്? അവസാനിപ്പിക്കുക. ഭരതവാക്യം ചൊല്ലുക, അവസാനിപ്പിക്കുക എന്നതാണ് ഭരതവാക്യം ചൊല്ലുക എന്നതിൻ്റെ അർത്ഥം. അടുത്തത് ശതകം ചൊല്ലിക്കുക. ശതകം ചൊല്ലിക്കുക എന്നതിൻ്റെ അർത്ഥം വിഷമിപ്പിക്കുക എന്നതാണ് ശതകം ചൊല്ലിക്കുക. അടുത്തത് ഇരുതലമൂരി. ഇരുതലമൂരി എന്നതിൻ്റെ അർത്ഥം ഏഷണിക്കാരൻ. 2 സ്ഥലത്തും കൂടി സംസാരിക്കുന്ന ആളെയാണ് ഇരുതലമൂരി എന്ന് പറയുമ്പോൾ 2 തല ഉള്ള പാമ്പിനാണ് ഇരുതലമൂരി എന്ന് പറയുന്നത്. അപ്പോൾ 2 പക്ഷം ചേർന്ന് സംസാരിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കുന്നയാൾ, അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇരുതലമൂരി അല്ലെങ്കിൽ ഏഷണിക്കാരൻ. ഇനി ക്ഷേമദ്രുമ യോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ദൗർഭാഗ്യത്തെയാണ് ക്ഷേമദ്രുമ യോഗം എന്ന് പറയുന്നത്. വലിയ ദൗർഭാഗ്യം, ഒട്ടും ഭാഗ്യമില്ലാത്ത അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്, ക്ഷേമദ്രുമ യോഗം എന്ന് പറയുന്നത്. അടുത്തത് കരതലാമലകം, വളരെ വ്യക്തമായത്. അപ്പോൾ കരതലാമലകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? വളരെ വ്യക്തമായതിനെയാണ് കരതലാമലകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് മുട്ടുശാന്തി, താൽക്കാലിക പരിഹാരത്തെയാണ് മുട്ടുശാന്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുട്ടുശാന്തി താൽക്കാലിക പരിഹാരം. അടുത്തത് അജഗജാന്തരം, വലിയ വ്യത്യാസം. അജഗജാന്തരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ വ്യത്യാസമാണ് അജഗജാന്തരം. അടുത്തത് കൂപമണ്ഡൂകം, അല്പജ്ഞനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, കൂപമണ്ഡൂകം എന്ന് വിളിക്കുന്നത്. കണ്ടകശനി എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടകാലം. നമ്മൾ പറയില്ലേ, എനിക്ക് ഭയങ്കര കണ്ടകശനിയാണ്, ഇനി മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ കണ്ടകശനി എന്ന് ചോദിച്ചാൽ എന്താ, വലിയ കഷ്ടകാലത്തെയാണ് നമ്മൾ കണ്ടകശനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് കറവപ്പശു. കറവപ്പശു എന്ന് പറയുമ്പോൾ ലാഭകരമായ വസ്തുവിനെയാണ് കറവപ്പശു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലാഭകരമായ വസ്തു. ഓക്കെ. അപ്പോൾ ആലത്തൂർ കാക്ക ആശിച്ച് കാലം കഴിയുന്നത്. അതേപോലെ ഊഴിയം നടത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥയില്ലാത്ത പ്രവർത്തിക്കുക എന്നതാണ് ഊഴിയം നടത്തുക. ഭരതവാക്യം ചൊല്ലുക, അവസാനിപ്പിക്കുക. ശതകം ചൊല്ലിക്കുക, വിഷമിപ്പിക്കുക. ഇരുതലമൂരി, ഏഷണിക്കാരൻ. ക്ഷേമദ്രുമയോഗം, വലിയ ദൗർഭാഗ്യമുള്ളത്.
കരതരാമലകം വളരെ വ്യക്തമായത്, മുട്ടുശാന്തി താൽക്കാലിക പരിഹാരം, ഇനി അജഗജാന്തരം വലിയ വ്യത്യാസം, ഇനി എന്താണ് കൂപമണ്ഡൂകം അല്പജ്ഞൻ, ഇനി കണ്ടകശനി വലിയ കഷ്ടകാലമുള്ളവൻ, കറവപ്പശു ലാഭകരമായ വസ്തു. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വച്ചോ. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള 2021-24 ചോദിച്ച ചോദ്യങ്ങളാണ്. എടുത്തു വച്ചോ, 1 മാർക്ക് ഷുവറാണ്. അടുത്തത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ പ്ലേസ് വെയർ മോട്ടോർ കാർസ് ആർ കെപ്റ്റ്, അതിനെ നമുക്ക് ഗ്യാരേജ് എന്ന് വിളിക്കാം. ഓക്കെ, അതായത് എന്താണ് നമ്മുടെ മോട്ടോർ കാറുകൾ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ മോട്ടോർ കാർസ് ഒക്കെ എന്താണ് കൊണ്ടുവയ്ക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അത് നന്നാക്കുന്ന ഒരു സ്ഥലത്തൊക്കെ നമ്മൾ എന്തെന്ന് വിളിക്കും, ഗ്യാരേജ് എന്ന് വിളിക്കും. പ്ലേസ് വെയർ ഗ്രെയിൻസ് ആർ സ്റ്റോർ, ഇനി എവിടെയാണോ നമ്മൾ ഈ പറയുന്ന ധാന്യങ്ങളൊക്കെ എന്താണ് കൊണ്ടുപോയി വയ്ക്കുന്ന സ്ഥലം, അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഗ്രാനറി എന്ന് വിളിക്കാം. അതായത് ഈ പറയുന്ന പത്തായപ്പുര എന്നതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. പ്ലേസ് വെയർ എയറോപ്ലെയിൻ ആർ കെപ്റ്റ്, പ്ലേസ് വെയർ എയറോപ്ലെയിൻ ആർ കെപ്റ്റ്, എയറോപ്ലെയിൻ ഒക്കെ കൊണ്ടുപോയി നിർത്തുന്ന അത് ചെയ്യുന്ന സ്ഥലത്തെയാണ് ഹാങ്ങർ എന്ന് പറയുന്നത്. പ്ലേസ് വെയർ കോയിൻസ് ആർ മെയ്ഡ്, എവിടെയാണോ നമ്മുടെ ഈ പറയുന്ന കോയിൻസ് അതായത് നാണയങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലം, അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, മിന്റ് എന്ന് പറയുന്നത്. മിന്റ് അതാണ് പ്ലേസ് വെയർ കോയിൻസ് ആർ മെയ്ഡ്, മിന്റ്. അടുത്ത പ്ലേസ് വെയർ ഏൻഷ്യൻ വർക്ക്സ് ആർ കെപ്റ്റ്, പഴയകാല പുരാവസ്തു സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ജോലിയുള്ള സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്, മ്യൂസിയം എന്ന് പറയുന്നത്. നമുക്കറിയാം പഴയ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ കൊണ്ടുപോകുന്നു വയ്ക്കുന്ന എവിടെയാണ്, മ്യൂസിയത്തിലാണ്. കാരണം അതെന്താണ്, വിലപ്പെട്ട സാധനങ്ങളാണ്. അപ്പോൾ ഇതൊന്നും ഒരിക്കലും നശിവായിരിക്കാനാണ് നമ്മൾ എവിടെ സൂക്ഷിക്കുന്നത്, മ്യൂസിയത്തിലൊക്കെ സൂക്ഷിക്കുന്നത്. ഓക്കെ, പ്ലേസ് വെയർ ഫ്രൂട്ട് ട്രീസ് ആർ ഗ്രോൺ ആണ് ഓർച്ചാർഡ്. ഓക്കെ, അപ്പോൾ എവിടെയാണോ ഫ്രൂട്ട്സ് ട്രീ ഒക്കെ മുളച്ച് വരുന്നത് അതിനെ നമുക്ക് ഓർച്ചാർഡ് എന്ന് വിളിക്കാം. ഇനി പ്ലേസ് വെയർ ഓർഫൻസ് ആർ ഹൗസ്ഡ് ആണ് ഓർഫണേജ്, അതായത് വയസ്സായിട്ടുള്ള വൃദ്ധജനങ്ങളെയൊക്കെ കൊണ്ടുപോയി നിൽക്കുന്ന ആ ഒരു സ്ഥലം, അതായത് അനാഥരായിട്ട് ആൾക്കാർ, അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ആ സ്ഥലത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഓർഫൻസ് ഒക്കെ ജീവിക്കുന്ന ഹൗസ്, അതിനെ ഓർഫണേജ് എന്ന് വിളിക്കാം. പ്ലേസ് വെയർ പ്രൊവിഷൻസ് ആർ കെപ്റ്റ് ആണ് പാൻറ്ററി. പ്ലേസ് വെയർ ഫിലിംസ് ആർ മെയ്ഡ് എന്താന്ന് ചോദിച്ചാൽ അത് സ്റ്റുഡിയോ ആണ്. പ്ലേസ് വെയർ ക്ലോത്ത്സ് ആർ കെപ്റ്റ് വാർഡ്രോബ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നുകൂടി പറയാം. പ്ലേസ് വെയർ മോട്ടോർ കാർസ് ആർ കെപ്റ്റ് ഗ്യാരേജ്, പ്ലേസ് വെയർ ഗ്രെയിൻസ് ആർ സ്റ്റോർ ഗ്രാനറി, പ്ലേസ് വെയർ എയറോപ്ലെയിൻസ് ആർ കെപ്റ്റ് ഹാങ്ങർ, പ്ലേസ് വെയർ കോയിൻസ് ആർ മെയ്ഡ് മിന്റ്, പ്ലേസ് വെയർ ഏൻഷ്യൻ വർക്ക്സ് ആർ കെപ്റ്റ് മ്യൂസിയം, പ്ലേസ് വെയർ ഫ്രൂട്ട് ട്രീസ് ആർ ഗ്രോൺ ഓർച്ചാർഡ്, പ്ലേസ് വെയർ ഓർഫൻസ് ആർ ഹൗസ് ഓർഫണേജ്, പ്ലേസ് വെയർ പ്രൊവിഷൻസ് ആർ കെപ്റ്റ് പാൻറ്ററി, പ്ലേസ് വെയർ ഫിലിംസ് ആർ മെയ്ഡ് സ്റ്റുഡിയോ, പ്ലേസ് വെയർ ക്ലോത്ത്സ് ആർ കെപ്റ്റ് വാർഡ്രോബ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വച്ചോ, 1 മാർക്ക് ഷുവറാണ്. ഓക്കെ, നമുക്കിനി നേരെ കെമിസ്ട്രിയിലേക്ക് പോകാം. കെമിസ്ട്രിയിൽ നമുക്കിന്ന് പഠിക്കാൻ പോകുന്നത് ലോഹങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കണ്ടിന്യൂഷൻ ക്ലാസ്സുകൾ പാർട്ട് 2 ആയിട്ട് എല്ലാം വരുന്നതായിരിക്കും. കാരണം ഇത് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ നമ്മൾ, അതിൻ്റെ ബാക്കി ക്ലാസ്സുകളാണ് ഇനി വരുന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ലോഹങ്ങൾ. ഭൂവൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ കാണപ്പെടുന്നത് സംയുക്ത അവസ്ഥയിലാണ്. ഭൂവൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ കാണപ്പെടുന്നത് സംയുക്ത അവസ്ഥയിലാണ്. ഭൂവൽക്കത്തിൽ ക്രിയാശീലം വളരെ കുറഞ്ഞ ലോഹങ്ങൾ കാണപ്പെടുന്നത് സ്വതന്ത്ര അവസ്ഥയിലാണ്. ഓക്കെ, അപ്പോൾ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കൂടുതൽ കാണപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ എന്താണ് ഈ പറയുന്ന ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ കാണപ്പെടുന്നത് സംയുക്ത അവസ്ഥയിലാണ്. പക്ഷേ എന്താണ്, ഭൂവൽക്കത്തിലെ ക്രിയാശീലം വളരെ കുറഞ്ഞ ലോഹങ്ങൾ കാണപ്പെടുന്നത് സ്വതന്ത്ര അവസ്ഥയിലാണ്. ക്രിയാശീലം വളരെ കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണമാണ് പ്ലാറ്റിനവും അതേപോലെ തന്നെ സ്വർണവും. ഓക്കെ, അപ്പോൾ എന്താണ്, ക്രിയാശീലം വളരെ കുറഞ്ഞ ലോഹങ്ങളാണ് പ്ലാറ്റിനവും അതേപോലെ തന്നെ സ്വർണവും. റെസിസ്റ്റിവിറ്റി ഏറ്റവും കൂടിയ അശുദ്ധ ലോഹമാണ് ടങ്സ്റ്റൺ എന്ന് പറയുന്നത്. റെസിസ്റ്റിവിറ്റി ഏറ്റവും കൂടിയ അശുദ്ധ ലോഹം ഒരു കാലത്ത് PSC ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണെയാണ്, ഫിലമെന്റ് ബൾബുകളിൽ ഉപയോഗിക്കുന്നത് ഏത് ലോഹമാണെന്നുള്ളത്. അതിൻ്റെ ഉത്തരമായിരുന്നു എന്തെന്ന് പറയുന്നത്, നമ്മുടെ ടങ്സ്റ്റൺ എന്ന് പറയുന്നത്. അപ്പോൾ ഫിലമെന്റ് ബൾബുകളിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാന്ന് ചോദിച്ചാൽ, അതായത് റെസിസ്റ്റിവിറ്റി ഏറ്റവും കൂടിയ അശുദ്ധ ലോഹമാണ് എന്തെന്ന് പറയുന്നത്, ടങ്സ്റ്റൺ എന്ന് പറയുന്നത്. ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നുണ്ടാകുന്ന സവിശേഷതയ്ക്ക് പറയുന്ന പേരാണ് ലോഹദ്യുതി എന്ന് പറയുന്നത്. അപ്പോൾ ലോഹദ്യുതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ എന്താണ്, ചെമ്പായാലും സ്വർണമായാലും എന്തും പുതിയൊരു സ്ഥാനം, പഴയ ഒരു സ്ഥാനം നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഭാഗത്ത് മാത്രം കൂടുതൽ
അതിനേക്കാൾ കൂടുതൽ എന്താണ് ആ ഒരു പ്രകാശവും അതേപോലെ തന്നെ എന്താണ് പുതിയതായിട്ട് നമുക്കത് തോന്നാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെ പറയുന്നതാണ് ലോഹദ്യുതി എന്നത്. കൈവെള്ളയിലെ ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിലാകുന്ന ലോഹമാണ് ഗാലിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൈവെള്ളയിലെ ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിലാകുന്ന ലോഹമാണ് ഗാലിയം. താപം കടത്തിവിടാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് താപചാലകത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഡക്റ്റിലിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ താപം കടത്തിവിടാനുള്ള ലോഹങ്ങളുടെ താപചാലകത അല്ലെങ്കിൽ ആ ഒരു കഴിവിനെ പറയുന്ന പേരാണ് ഡക്റ്റിലിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി താപചാലകതയുടെ യൂണിറ്റ് വാട്ട്സ് പെർ മീറ്റർ കെൽവിൻ ആണ്. ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹമാണ് ടങ്സ്റ്റൺ. 3422 സെൽഷ്യസ് ആണ് ഡിഗ്രി സെൽഷ്യസ് ആണ് ടങ്സ്റ്റണിന്റെ ദ്രവണാങ്കം എന്ന് പറയുന്നത്. പക്ഷേ PSCയുടെ ആൻസർ പ്രകാരം 3414 കാരണം SCRT ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത് 3414 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ PSCയുടെ ആൻസർ 3414 ശരിക്കും എത്രയാ ചോദിച്ചാൽ 3422 ഡിഗ്രി സെൽഷ്യസ് ആണ് ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ളമായ ടങ്സ്റ്റണിന്റെ ദ്രവണാങ്കം എന്ന് പറയുന്നത്. ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കമുള്ള ലോഹമാണ് മെർക്കുറി. മെർക്കുറിയുടെ എത്രയാ -39 ഡിഗ്രി സെൽഷ്യസ് ആണ് ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കമുള്ള മെർക്കുറിയുടെ ദ്രവണാങ്കം. ഏറ്റവും ഉയർന്ന തിളനിലയുള്ള ലോഹമാണ് റീനിയം, 5590 ഡിഗ്രി സെൽഷ്യസ്. ഏറ്റവും താഴ്ന്ന തിളനിലയുള്ള ലോഹം മെർക്കുറി, 357 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഏറ്റവും ഉയർന്ന സാന്ദ്രതയുള്ള ലോഹമാണ് ഓസ്മിയവും അതേപോലെ തന്നെ ഇറിഡിയവും. ഏറ്റവും ഉയർന്ന സാന്ദ്രതയുള്ള ലോഹമാണ് ഓസ്മിയവും ഇറിഡിയവും. ഏറ്റവും താഴ്ന്ന സാന്ദ്രതയുള്ള ലോഹമാണ് ലിഥിയം. ഏറ്റവും താഴ്ന്ന സാന്ദ്രതയുള്ള ലോഹം ലിഥിയം. ഏറ്റവും ഉയർന്ന കാഠിന്യമുള്ള ലോഹമാണ് ക്രോമിയം എന്ന് പറയുന്നത്. ഏറ്റവും താഴ്ന്ന കാഠിന്യമുള്ള ലോഹം സീസ്യവുമാണ്. ഏറ്റവും താഴ്ന്ന കാഠിന്യമുള്ളത് സീസ്യവുമാണ്. ഏറ്റവും ഉയർന്ന താപചാലകതയുള്ള ലോഹമാണ് വെള്ളി. താപചാലകത കൂടിയ മറ്റു ലോഹങ്ങൾ അലൂമിനിയവും കോപ്പറുമാണ്. ചാലകശേഷി ഏറ്റവും കുറഞ്ഞ ലോഹമാണ് ബിസ്മത്ത്. ആഹാരം പാകം ചെയ്യാൻ ലോഹനിർമ്മിതമായ പാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഹത്തിന്റെ സവിശേഷതയ്ക്ക് നമ്മൾ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് താപചാലകത. അതായത് ആഹാരം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ലോഹനിർമ്മിതമായ പാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്ത് സവിശേഷതയുടെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താപചാലകത. ഉറച്ച പ്രതലത്തിൽ തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെയാണ് സൊണാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഉറച്ച പ്രതലത്തിൽ തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെ പറയുന്നതാണ് സൊണാരിറ്റി എന്ന് പറയുന്നത്. വൈദ്യുതി കടത്തിവിടാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് വൈദ്യുത ചാലകത. അപ്പോൾ വൈദ്യുതി കടത്തിവിടാനുള്ള ലോഹങ്ങളുടെ കഴിവിനെ പറയുന്ന പേരാണ് വൈദ്യുത ചാലകത. എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകങ്ങളാണ്. ലോഹങ്ങൾ പൊതുവെ ഉയർന്ന താപനിലയിൽ ഉന്നതിയും ഉയർന്ന സാന്ദ്രത ഉള്ളവയുമാണ്. കുറഞ്ഞ ദ്രവണാങ്കമുള്ള ലോഹങ്ങളിൽ നിന്ന് ലെഡിൽ നിന്ന് അദ്രവ്യമായ ഉയർന്ന ദ്രവണാങ്കമുള്ള മറ്റു ലോഹങ്ങൾ, ഓക്സൈഡുകൾ എന്നിവ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഉരുക്കി വേർതിരിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുറഞ്ഞ ദ്രവണാങ്കമുള്ള ലോഹങ്ങളിൽ നിന്ന് ലെഡ് അതായത് ഉയർന്ന ദ്രവണാങ്കമുള്ള മറ്റു ലോഹങ്ങൾ, ഓക്സൈഡുകൾ എന്നിവ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഉരുക്കി വേർതിരിക്കൽ. വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ലോഹം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് എന്ന് പറയുന്നത്. അതായത് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. ഓക്കെ, അപ്പോൾ വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ലോഹം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്. അതായത് എന്താണ് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന ലോഹങ്ങളാണ് ഗാലിയവും അതേപോലെ തന്നെ സീസിയവും. ഓക്കെ, താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന ലോഹങ്ങളാണ് ഏതൊക്കെ? ഗാലിയവും സീസിയവും. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹാംശം അടങ്ങിയ പ്രകൃതിജന്യ വസ്തുക്കളാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹാംശം അടങ്ങിയ പ്രകൃതിജന്യ വസ്തുക്കളെ നമുക്ക് ധാതുക്കൾ എന്ന് വിളിക്കാം. വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുവാണ് അയിര് എന്ന് പറയുന്നത്. അപ്പോൾ വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുവാണ് അയിര്. അയിരിലെ മാലിന്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്?
ഗാങ് എന്ന് പറയുന്നത്. ഒത്തിരി തവണ ചോദിച്ചാണ് ചോദ്യമാണ് കേട്ടോ. അയിരിലെ മാലിന്യങ്ങളെ താഴെ പറയുന്നവയിൽ എന്താണ് എന്നുള്ളത്, അതാണ് ഗ്യാങ്. ഓക്കെ, അപ്പോൾ അയിരിലെ മാലിന്യങ്ങളാണ് എന്ത്, ഗ്യാങ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് ഫ്ലെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്യാങ്ങിനെ എന്താണ് നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് ഫ്ലെക്സ് എന്ന് പറയുന്നത്. ഗ്യാങ്ങിന് ആസിഡ് സ്വഭാവമാണെങ്കിൽ ഉപയോഗിക്കുന്ന ഫ്ലെക്സിന്റെ സ്വഭാവം ബേസിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഗ്യാങ്ങിന് എന്താണ്, ഗ്യാങ്ങിന് നിലവിലെ എന്തിന്റെ ഈ പറയുന്ന ആസിഡ് സ്വഭാവമാണെങ്കിൽ ഉപയോഗിക്കുന്ന ഫ്ലെക്സിന്റെ സ്വഭാവം ബേസിക് ആയിരിക്കും. ഇനി ഗ്യാങ്ങിന് ബേസിക് സ്വഭാവമാണെങ്കിൽ ഉപയോഗിക്കുന്ന ഫ്ലെക്സിന്റെ സ്വഭാവം അതെന്തായിരിക്കും, ആസിഡ് ആയിരിക്കും. അത് തിരിച്ച് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും. ഗാങ് ഫ്ലെക്സ് ആയി പ്രവർത്തിച്ച് കിട്ടുന്ന ഉൽപ്പന്നമാണ് സ്ലാഗ് എന്ന് പറയുന്നത്. അതായത് ഗ്യാങ് പ്ലസ് ഫ്ലെക്സ് ഈസ് ഈക്വൽ ടു സ്ലാഗ്. ഓർത്തു വെച്ചോ, ചിലപ്പോൾ ചോദിക്കാം. അതായത് എന്താണ്, ഗ്യാങ്ങും അതേപോലെ തന്നെ ഫ്ലെക്സും കൂടി കൂടുമ്പോൾ ഉണ്ടാകുന്നതാണ് സ്ലാഗ് എന്ന് പറയുന്നത്. സിലിക്ക ഒരു ആസിഡിക് ഫ്ലെക്സും ചുണ്ണാമ്പുകല്ല് ഒരു ബേസിക് ഫ്ലെക്സുമാണ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, അലൂമിനിയമാണ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ അലൂമിനിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും അപൂർവമായി കാണപ്പെടുന്ന ലോഹം ഏതാന്ന് ചോദിച്ചാൽ മകളെ അതാണ് അസ്റ്റാറ്റിൻ. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും അപൂർവമായി കാണപ്പെടുന്ന ലോഹം താഴെ പറയുന്നവയിൽ ഏതാന്ന് ചോദിച്ചാൽ അത് അസ്റ്റാറ്റിൻ ആണ്. മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച ലോഹം, ഒരിക്കൽ ഭയങ്കരമായിട്ട് PSC ചോദിച്ച് എല്ലാവരും ചാടിക്കേറി എന്താണ്, ഇരുമ്പിലേക്ക് പോകും. പക്ഷേ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അത് ചെമ്പാണ്. ഇനി ദ്രവിക്കലിനെ ഏറ്റവും നന്നായി പ്രതിരോധിക്കുന്ന ലോഹമാണ് ഇറിഡിയം എന്ന് പറയുന്നത്. അപ്പോൾ ദ്രവിക്കലിനെ ഏറ്റവും നന്നായിട്ട് പ്രതിരോധിക്കുന്ന ലോഹം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇറിഡിയമാണ്. ദ്രവിക്കലിനെ ഏറ്റവും നന്നായി പ്രതിരോധിക്കുന്ന ലോഹമാണ് ഇറിഡിയം. മഴവിൽ ലോഹം, അതാണ് PSC ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണേ. മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് എന്താന്ന് ചോദിച്ചാൽ അത് ഇറിഡിയമാണ്, മഴവിൽ ലോഹം. ഏറ്റവും വിലയേറിയ ലോഹങ്ങളാണ് റോഡിയവും അതേപോലെ തന്നെ പ്ലാറ്റിനവും. അതേപോലെ സാധാരണ അന്തരീക്ഷത്തിലെ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹമാണ് മെർക്കുറി. അപ്പൊ സാധാരണ അന്തരീക്ഷത്തിലെ ഊഷ്മാവില് എന്താണ്, ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹമാണ് മെർക്കുറി. ദ്രാവകാവസ്ഥയിലുള്ള അലോഹമാണ് ബ്രോമിൻ എന്ന് പറയുന്നത്. ദ്രാവകാവസ്ഥയിലുള്ള അലോഹമാണ് ബ്രോമിൻ. കൃത്യമായി നിർമ്മിക്കപ്പെട്ട ആദ്യ ലോഹമാണ് ടെക്നീഷ്യം. കൃത്യമായി നിർമ്മിക്കപ്പെട്ട ആദ്യ ലോഹം ടെക്നീഷ്യം. പ്രതിപ്രവർത്തനം ഏറ്റവും കുറവുള്ള ലോഹമാണ് പ്ലാറ്റിനം എന്ന് പറയുന്നത്. പ്രതിപ്രവർത്തനം ഏറ്റവും കുറവുള്ള ലോഹമാണ് പ്ലാറ്റിനം. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞത്. കെമിസ്ട്രിയുടെ ബേസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ലോഹങ്ങൾ. ഇനി അലോഹങ്ങളുണ്ട്, ആസിഡ് ഉണ്ട്, ആൽക്കലി ഉണ്ട്, pH വാല്യൂ അങ്ങനെ കിടക്കുകയാണ്. ഓരോന്നും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ലോഹങ്ങളിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അതായത് റെസിസ്റ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് ടങ്സ്റ്റൺ. ക്രിയാശീലം വളരെ കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണമാണ് പ്ലാറ്റിനം, അതേപോലെ തന്നെ സ്വർണം. കൈവെള്ളയിലെ ചൂടിൽ പോലും ഗാലിയം. അതേപോലെ തന്നെ എന്താണ്, -39°C ആണ് ഏറ്റവും താഴ്ന്നതിന് കാണുമ്പോഴുള്ള ലോഹമാണ് മെർക്കുറി എന്ന് പറയുന്നത്. ഇനി PSCയുടെ ഉത്തരസൂചിക പ്രകാരം ടങ്സ്റ്റണിന്റെ ദ്രവണാങ്കം എത്രയാണെന്ന് ചോദിച്ചാൽ 3414°C ആണ്. ഏറ്റവും ഉയർന്ന സാന്ദ്രതയുള്ള ലോഹങ്ങളാണ് ഓസ്മിയം അതേപോലെ തന്നെ ഇറിഡിയം എന്ന് പറയുന്നത്. ഏറ്റവും ഉയർന്ന കാഠിന്യമുള്ള ലോഹം ക്രോമിയം, ഏറ്റവും താഴ്ന്ന കാഠിന്യം സീസിയം ആണ്. അതേപോലെ തന്നെ ഏറ്റവും ഉയർന്ന താപചാലകയുള്ള ലോഹമാണ് ഏതെന്ന് പറയുന്നത്, വെള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. ഇനി അയിരുകൾ ഏതൊക്കെയാന്ന് നോക്കാം. ലിഥിയം, പെറ്റാലൈറ്റ്, സ്പോട്ട് മൈൻ, അതേപോലെ തന്നെ ലാപ്പിറ്റോലൈറ്റ്. ഇതൊക്കെയാണ് ലിഥിയത്തിന്റെ അയിരുകളാണ്. പെറ്റാലൈറ്റ്, സ്പോട്ട് മൈന്, ലാപ്പിറ്റോലൈറ്റ്. സോഡിയത്തിന്റെ ആണെങ്കിൽ ആംഫിബോർ, റോക്ക് സാൾട്ട്, ചിലി സാൾട്ട് പീറ്റർ. ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കണതാണ്. ഓരോ എന്താണ് ലോഹവും അതിൻ്റെ അയിരുകളും തന്നിട്ട് ഇത് ഏതാന്നുള്ളത്. പൊട്ടാസ്യത്തിന്റെ ആണ് സിൽവിൻ കാർണലൈറ്റ്, ഫെൽസ്പാർ, സാൾട്ട് പീറ്റർ. മഗ്നീഷ്യം, മാഗ്നസൈറ്റ്, ഡോളമൈറ്റ്, കാൽസിറ്റൈറ്റ്. ഇനി കാൽസ്യത്തിന്റെ ആണെങ്കിൽ ജിപ്സം, ഫ്ലൂറസൻ പാർ, ഡോളമൈറ്റ്. ബേരിയം, ബെറൈറ്റ്. ഇനി അയൺ ആണെങ്കിൽ മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, സിഡറൈറ്റ്, അയൺ പൈററ്റീസ്. ഇനി അയൺ പൈററ്റൈസ്. ഇനി അലൂമിനിയത്തിന്റെ ആണെങ്കിൽ ബോക്സൈറ്റും ക്രയോലൈറ്റുമാണ്. അലൂമിനിയം, ബോക്സൈറ്റ്, ക്രയോലൈറ്റ്. ടിന്നിന്റെ ആണെങ്കിൽ കാസിറ്റൈറ്റ് ആണ്. യുറേനിയം, പിച്ച് ബ്ലൈൻഡ്. കോപ്പർ, മാലക്കൈറ്റ്, ചാൽക്കോലൈറ്റ്, കോപ്പർ പൈറൈറ്റ്. തോറിയം, മോണോസൈറ്റ്. മെർക്കുറി, സിന്നബാർ. ചോദിച്ചെങ്ങനെയാണ് മെർക്കുറി, സിന്നബാർ. അതേപോലെ തന്നെ തോറിയത്തിന്റെ മോണോസൈറ്റ് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ യുറേനിയം, പിച്ച് ബ്ലൈൻഡ് ചോദിക്കാറുണ്ട്. ടിന്ന്, കാസിറ്ററൈറ്റ് ചോദിക്കാറുണ്ട്.
അതേപോലെ തന്നെ സ്വർണം ബിസ്മത്ത് അറേറ്റ് ചോദിക്കാറുണ്ട്, സ്വർണം ബിസ്മത്ത് അറേറ്റ്. ഇനി ആന്റിമണി സിബ്നൈറ്റ്, അതേപോലെ തന്നെ ബോറോൺ ടിൻ കല്ല്, ഇനി ടൈറ്റാനിയം റൂട്ടൈൽ ഇൽമനൈറ്റ്, ടൈറ്റാനിയം ചോദിക്കാറുണ്ട്, റൂട്ടൈൽ ഇൽമനൈറ്റ്. മാംഗനീസ് പൈറോലുസൈറ്റ് ചോദിക്കാറുണ്ട്, മാംഗനീസ് പൗറോലുസൈറ്റ്. വനേഡിയം പെട്രോനൈറ്റ്, നിക്കൽ പെൻലാഡൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അയിരുകളിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ലിഥിയം എന്ന് പറയുന്നത് പെറ്റാലൈറ്റ്, സ്പോട്ട്മൈൻ ലാപ്പിറ്റോയിറ്റ്, സോഡിയം അംഫിബോർ, അതേപോലെ തന്നെ റോക്ക് സാൾട്ട്, ചിലി സാൾട്ട് പീറ്റർ ചോദിക്കാറുണ്ട്, സോഡിയം. അതേപോലെ പിന്നെ ചോദിക്കുന്നത് ഏതാണ്, നമ്മുടെ കാൽസ്യം ജിപ്സം ഫ്ലൂറസ് പാർട്ട് ഡോളമൈറ്റ്, ബേരിയം അയൺ അലൂമിനിയം. എപ്പോഴും ചോദിക്കുന്നതാണ്, ബോക്സൈറ്റും ക്രയോലൈറ്റുമാണ് അലൂമിനിയം, ബോക്സൈറ്റ് ക്രയോലൈറ്റ്. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ടിന്ന് കാസിറ്റൈറ്റ്, യുറേനിയം പിച്ച് ബ്ലൈൻഡ്, തോറിയം മോണോസൈറ്റ്, മെർക്കുറി സിന്നബാർ, സ്വർണം ബിസ്മത്ത് അറേറ്റ്, ടൈറ്റാനിയം റൂട്ടൈൽ ഇൽമനൈറ്റ്, മാംഗനീസ് പൈറോലുസൈറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അയിരുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചത്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും വളരെ വ്യക്തമായി തന്നെ പഠിച്ച് ഒന്ന് സെറ്റാക്കുക. അതിനുശേഷം നേരെ നമ്മുടെ ടെലഗ്രാമിലേക്ക് പോരെ. ടെലഗ്രാമിൽ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ബോൾ അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എന്താണ് 9 മണിക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ബോളും, അതേപോലെ തന്നെ നിങ്ങൾ നിലവിൽ ക്ലാസ് കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു PDF നോട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇനിയും നമ്മുടെ നോട്ടുകളിൽ ചില ആളുകൾ പറയാറുണ്ട്, നമ്മുടെ ഉദ്യോഗാർത്ഥികൾ, അതായത് അവർക്ക് ഓപ്പൺ ആവുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഓപ്പൺ ആവാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ WPS ഓഫീസ് എന്ന് പറയുന്ന പ്ലേ സ്റ്റോറിൽ കിടക്കുന്നുണ്ട്. അതൊന്ന് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ അകത്ത് എന്തായാലും ഈ ഒരു ഫയൽ ഓപ്പൺ ആവും. അതേപോലെ തന്നെ ഉദ്യോഗാർത്ഥികളുടെ എല്ലാവരുടെയും അഭ്യർത്ഥന പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, കളർ ഇപ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന കളറ് ബ്ലൂവും അതേപോലെ തന്നെ എന്താക്കിയിട്ടുണ്ട്, ഗ്രീനും ആക്കിയിട്ടുണ്ട്. യെല്ലോ കളർ കണ്ണിന് ഏറ്റവും എന്താണ് കുളിർമയേകുന്ന നിറം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഞ്ഞയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മഞ്ഞയാക്കിയത്. പക്ഷെ മഞ്ഞ നിങ്ങൾക്ക് കണ്ണിന് ഭയങ്കര പ്രശ്നമായതുകൊണ്ടാണ് നമ്മൾ പച്ചയിലേക്കും നീലയിലേക്കും മാറിയത്. അപ്പോൾ ഇത് കുഴപ്പമില്ല എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, 1, 2, 3 തവണ ഇത് റിവിഷൻ ചെയ്യുക. അതേപോലെ വൈകുന്നേരത്തെ 9 മണിയുടെ ക്വസ്റ്റ്യൻ ബോർഡിൽ എല്ലാവരും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ അടുത്തുള്ള എക്സാമുകളിൽ വരട്ടെ എന്ന് സർവേശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു സെക്ഷൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.